കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ നാഗദേവത നിന്നെ കൊന്നുകളയെന്ന് ഞങ്ങൾ പേടിച്ചിരുന്നു. പക്ഷെ നിനക്കൊന്നും സംഭവിക്കാതെ നീ തിരികെ വന്നപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷായിന്നറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചിട്ടാ അമ്മ അങ്ങനെ ആയത്. നിനക്കൊന്നും സംഭവിച്ചില്ലെന്നറിയുമ്പോ അമ്മ ഉറപ്പായിട്ടും കണ്ണു തുറക്കും. നീ എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നേ? എന്താ ഒന്നും സംസാരിക്കാത്തെ? നിങ്ങളോട് ഞാനിപ്പോ എന്താ സംസാരിക്കണ്ടേ? എന്നോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ മോനെ അർജുൻ? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? എന്റെ അനിയനോട് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ഇവിടുന്ന് പോ. അയാളെ പോകാൻ പറയാൻ നിങ്ങളാണ്. അർജുൻ, എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? നിനക്കെന്താ ഒരു സ്ത്രീ ശബ്ദം? എന്താ ഇങ്ങനെ? എവിടെ കേട്ട പോലെ? ഞാനൊരു സ്ത്രീയാണ്. ഞാൻ നിന്റെ അനിയൻ അർജുനൊന്നുമല്ല. ഇനിയും ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങള് വിശ്വപരി അമ്മയാണോ? അതെ. ഞാൻ നിങ്ങളുടെ അനിയനല്ല. നിങ്ങളുടെ സഹോദരൻ അർജുനെ ആ നാഗമ്മ കുത്തിക്കൊന്നു കഴിഞ്ഞു. നിന്റെ സഹോദരനും ഭവാനിയും രണ്ടുപേരും ചേർന്ന് എന്നെ ചാമ്പലാക്കുകയായിരുന്നു. ചാമ്പലായി മാറിയ എന്റെ ശരീരം എനിക്ക് തിരിച്ചു വേണമെന്നതുകൊണ്ടാണ് മരിച്ചുപോയ നിന്റെ സഹോദരന്റെ ശരീരത്തിനുള്ളിൽ ഞാൻ ആത്മാവായി നുഴഞ്ഞു കയറിയിരിക്കുന്നത്. നാളെ ശ്രാവണ മാസത്തിലെ പൗർണമിയുടെ അവസാന ദിവസം. ആ ദിവസം അത് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. 500 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആ ദിവസം വരാറ്. നാളേക്ക് ഒരേ ഒരു ദിവസം 8 ഗ്രഹങ്ങളും ചേർന്ന് ഒരേ വൃത്തത്തിൽ തന്നെ വരും. അതെല്ലാം ഒന്നു ചേരുന്ന ആ വിശേഷ നിമിഷത്തിൽ വളരെയധികം ശക്തി ആർജിച്ച ഒരു വലിയ പ്രകാശം ആകാശത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രകാശം പരത്തും. ആ പ്രകാശം ക്ഷേത്രത്തിൽ പതിച്ച ഉടനെ തന്നെ ശിവന്റെ സന്നിധിയിൽ കറുത്ത സർപ്പങ്ങൾ കാവലിരിക്കുന്ന ആ അമൃതകലശം അത് മുകളിലേക്ക് വരും. ആ അമൃത് കയ്യിൽ കിട്ടിയാൽ മരണത്തെ ജയിച്ച് എപ്പോഴും യൗവനത്തോടുകൂടി മരണമില്ലാതെ ചിരഞ്ജീവിയായി ജീവിക്കാം. അമൃത കലശം മാത്രമല്ല,
ആ ക്ഷേത്രത്തിനുള്ളിൽ വളരെ അപൂർവമായ വൈദ്യരഹസ്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ, പിന്നെ ഒരുപാട് ധനധാന്യങ്ങളുമുണ്ട്. ആ ഗ്രന്ഥങ്ങളിലുള്ള വിജ്ഞാന രഹസ്യങ്ങൾ നിനക്ക് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ മരുന്ന് വ്യാപാരത്താൽ ഈ ഭൂമിയെ നീ അടക്കി ഭരിക്കും. അപ്പോ ചികിത്സയുടെ ലോകത്തിലെ മുടിചൂട റാണിയായി നീ വാഴും. അത് മാത്രമല്ല, അവിടെയുള്ള ധനധാന്യങ്ങളെ ഉപയോഗിച്ച് വീരഭദ്ര, നീ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറും. എന്ന് വെച്ചാ ഞങ്ങളെ മൂന്നുപേരെ ആശയം നടക്കാൻ പോകുന്നതാണോ? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഭവാനിയും കൂടെ കൊണ്ടുപോകണം. കോവിലിനുള്ളിൽ പ്രവേശിച്ചാലുടൻ ഭവാനിയുടെ കയ്യിലുള്ള മാണിക്യം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ സാധിക്കണം. ഇപ്പൊ നീ എന്റെ അനിയന്റെ രൂപത്തിലിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് ഭവാനിക്കൊപ്പം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാം. അമൃതം കുടിച്ചതിന് ശേഷം നീ പിന്നെ നിന്റെ പഴയ രൂപത്തിലാകുമ്പോ അപ്പോ എന്റെ അർജുന്റെ അവസ്ഥ എന്താകും? നിന്റെ സഹോദരൻ ഇപ്പം ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് എന്റെ ശരീരം എനിക്ക് തിരിച്ചു കിട്ടിയാലുടൻ നിന്റെ സഹോദരൻ ശവമായി മാറിടും. നിനക്ക് നിന്റെ സഹോദരനാണോ പ്രധാനം, അതോ ഈ ലോകത്തെ തന്നെ അടക്കി ഭരിക്കുന്ന ഏറ്റവും വലിയൊരു സ്ഥാനത്തിരിക്കുന്നതാണോ നല്ലത്? എനിക്ക് എന്റെ അനിയനേക്കാളും എന്റെ സ്ഥാനം ഉയർത്തണമെന്ന് മാത്രമുള്ള ലക്ഷ്യം. ഐ ഡോണ്ട് കെയർ എനി സെന്റിമെന്റ്സ്. നാളെ നമ്മുടെ 3 പേരുടെയും തലയിലെഴുത്ത് മാറാൻ പോവുകയാണ്. ഭവാനിയുടെ ജീവനും ആപത്ത് സംഭവിക്കാൻ പോകുന്നു. അവളുടെ ജീവൻ ഇല്ലാതാക്കുന്നത് മാത്രമല്ല, അവളുടെ ജീവൻ പിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങളെല്ലാവരും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീചക്രം ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല, ഒരിക്കലുമില്ല. ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാള് എന്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രം എണീക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടർ എന്തിനാ, വൈദ്യൻ എന്തിനാ, ഈ കാണുന്ന ഹോസ്പിറ്റൽ എന്തിനാ? അമ്മയ്ക്ക് പതുക്കെ സുഖമായിക്കോളും. നീ വെറുതെ ടെൻഷൻ അടിച്ച് എന്നെയും കൂടെ ടെൻഷൻ ആക്കാൻ നിൽക്കണ്ട. അർജുൻ, അങ്ങനെയൊന്നുമല്ല അർജുൻ. ഞാൻ പറഞ്ഞു നീ വന്നത് എന്നെ ഒന്ന് വെറുതെ വിടൂ. ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. അർജുൻ, അർജുന്റെ പ്രവൃത്തിയും സംസാരവും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കുന്നല്ലോ. അർജുനെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടേയില്ല. എന്ത് സംഭവിച്ചതായിരിക്കും?
മല്ലി, അകത്തേക്ക് പോകാം. ഭവാനി, മല്ലി, നിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ ഇപ്പൊ കാണുന്നത്. നീ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു ഭവാനി. അതെ, ഇത്രയും നാളെ നിങ്ങൾ എവിടെയാ പോയിരുന്നത്? മല്ലികയെ ഇടയ്ക്കിടയ്ക്കെങ്കിലും കാണുമായിരുന്നു. നിങ്ങളെ ഞാൻ കണ്ടതുപോലും ഇല്ലല്ലോ. സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? ഇടയ്ക്ക് നിങ്ങൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിരിക്കുകയാണെന്ന് മല്ലി പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ശരീരത്തിന് കുറച്ച് സുഖമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം മാറി, സുഖമായി. നാഗമ്മ വീണ്ടും മല്ലിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നല്ലേ? ഇവള് മല്ലിയുടെ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. അർജുന്റെ ശരീരത്തുള്ളത് വിശംബരി അമ്മയാണെന്നുള്ള അവൾ കണ്ടുപിടിച്ചു കളയോ? നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അർജുന്റെ ദേഹത്തിപ്പോ ഞാനാണെന്ന കാര്യം അവർക്കൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അമ്മയുടെ എന്തെങ്കിലും ചേഷ്ടകൾ കണ്ടിട്ട് അവളെ കണ്ടുപിടിക്കുമെന്ന് സംശയമുണ്ട് എനിക്ക്. ഇപ്പൊ അവരുടെ കയ്യിലുള്ള മന്ത്രശക്തിക്കൊന്നും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവും. അർജുന്റെ രൂപത്തിലിരിക്കുന്ന ആരാണെന്ന് ആദ്യം അറിയണം. ഇവനെ കണ്ടിട്ട് അർജുനെ പോലെ ഇല്ലല്ലോ. അർജുന്റെ രൂപത്തിലിരിക്കുന്നത് ആരാണെന്ന് അറിയില്ലല്ലോ. ആരായാലും അതൊരു സാധാരണ ആത്മാവല്ല, വലിയ ശക്തിയുള്ള ഒരു ആത്മാവാണ്. ആരായിരിക്കും അത്? എന്താ മല്ലി, എന്താ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത പോലെ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളെ പോലെ. അല്ല, ഇതെന്താ പുതിയതായിട്ടൊരാളെ കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും അറിയാനായിട്ട് വന്നതാണോ ഇവിടെ? അതോ ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണോ? ഞങ്ങൾ വന്നിരിക്കുന്നത് നീ ആരെന്നറിയാനാ. നീ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് തിരികെ പോകൂ. അർജുന്റെ രൂപത്തിലിരിക്കുന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതേ മല്ലി, ആ ശ്രീചക്രം ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് ഇവന്റെ ശരീരത്തിലെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന ശ്രീചക്രം ആരാ മാറ്റിയത്?
ശ്രീചക്രം വീട്ടിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഞങ്ങളിവിടെ വരുമ്പോ ആ ശ്രീചക്രം നിങ്ങൾ മണ്ണിൽ മൂടി വയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. അതെ, അർജുനു വേണ്ടി ഞാൻ ആ ശ്രീചക്രത്തെ മണ്ണിൽ കുഴിച്ചിട്ടു. എന്താ ഭവാനി ഇത്? ആ ശ്രീചക്രത്തിന്റെ മഹിമ എന്താണെന്നും അതിന്റെ വില എത്രമാത്രമാണെന്നും അതിന്റെ ശക്തി എന്താണെന്നും അത് എത്ര അമൂല്യമായതാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതറിഞ്ഞു വെച്ചിട്ടുകൂടെ നിങ്ങൾ എല്ലാവരും ആ ശ്രീചക്രം എന്തിനാ എടുത്തത്? തെറ്റാണ് ചെയ്തത് ഭവാനി. പെട്ടെന്ന് ആ ശ്രീചക്രം എടുത്തിട്ട് വന്ന് പൂജാമുറിയിൽ കൊണ്ട് തിരികെ വെക്ക ഭവാനി. എന്താ ഭവാനി ഇത്രയും ആലോചിക്കുന്നേ? പെട്ടെന്ന് പോയി അത് എടുത്തിട്ട് വാ. വേണ്ട, ഇവര് പറഞ്ഞാലും ശരി, ഇനി വേറെ ആര് പറഞ്ഞാലും ശരി, ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ ശ്രീചക്രത്തെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ നിൽക്കും നിങ്ങൾ ആരും വിചാരിക്കണം. ആ ശ്രീചക്രത്തെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നീ ആരെന്നറിയണമെങ്കിൽ ആ ശ്രീചക്രം വീടിനുള്ളിൽ കൊണ്ടുവരിക തന്നെ വേണം. തിരികെ പൂജാമുറിയിൽ അത് വയ്ക്കുക തന്നെ വേണം. എങ്കിലേ നീ ആരാണെന്ന് എനിക്ക് അറിയാൻ കഴിയൂ. അതോടെ നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഇത് രണ്ടും ഞാൻ നടത്തും. ശരിയെന്നാ ഞങ്ങൾ പോകുന്നു. വല്ലി, വാ പോകാം. എന്തുപറ്റി? ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, അതിനിടയിൽ എന്തിനാ പോകുന്നത്? എന്തുകൊണ്ടാ പെട്ടെന്ന് പോണോന്ന് പറഞ്ഞത്? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ ഇവിടെ നാട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് തീർത്തിട്ട് പോകാന്ന് കരുതി വന്നതാ. എന്നാ പിന്നെ നിങ്ങളെല്ലാരെയും ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് കയറിയേ ഉള്ളൂ. എന്തായാലും വന്ന ജോലി കഴിഞ്ഞോ, അതുകൊണ്ടാ പോകാന്ന് വിചാരിച്ചത്. പോയിട്ട് വരാം ഭവാനി, പോയിട്ട് വരാം. ഒരു കാരണമില്ലാതെ ഇവര് വന്നു, ഒരു കാരണമില്ലാതെ ഇവര് തിരിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ എന്നെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവരിവിടേക്ക് വന്നത്. അതെ, ഞാൻ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. മല്ലി, വാ പോകാം. നാഗിനി,
അത് വെളിയിലെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങളിപ്പോ കാണുന്ന അർജുന്റെ രൂപത്തിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോ ഈ ശ്രീചക്രത്തെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അർജുനല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. നീ ആരാണെന്ന് പറയാ. ഞാൻ പറഞ്ഞില്ലെങ്കിലോ? ഞാൻ വിഷപ്പാമ്പാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? നിന്നെ കൊത്തി ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞില്ലെങ്കിലും ശരി, പറഞ്ഞാലും ശരി, നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.